ബിജു പങ്കജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിജു, ദുർഘടമായ ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അവിടെ എല്ലാം കേന്ദ്രീകരിച്ച് ഇന്നത്തെ ഒരു വലിയ ദൗത്യം നടക്കും. അത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര വരെയായി കാര്യങ്ങൾ? ഒരു അരമണിക്കൂർ കൂടി തെരച്ചിലുണ്ടാവുള്ളൂ. ഈ ഹെലികോപ്റ്റർ വഴിയുള്ള പ്രത്യേക ദൗത്യ സംഘത്തിന്റെ തെരച്ചിലില് ഇതുവരെ മൃതദേഹങ്ങളൊന്നും കിട്ടിയില്ല. അതുപോലെ തന്നെ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളൊന്നും കിട്ടിയില്ലെന്നാണ് ഇപ്പോൾ ADGP MR അജിത്കുമാർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഈ ഹെലികോപ്റ്റർ തിരിച്ച് ഇറക്കാനുള്ള സജ്ജീകരണങ്ങളിലൂടെ SKMJ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ഇവിടുത്തെ താൽക്കാലിക ഹെലിപ്പാഡിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏതാണ്ടൊരു 4-5 മണിക്കൂറോളം തെരച്ചിൽ നടത്തി. പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാളെ തെരച്ചിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സർക്കാർ തലത്തിലൊരു തീരുമാനം ഉണ്ടാകേണ്ടി വരും. വൈകിട്ട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ട്. അതിനുശേഷം 6 മണിക്ക് റവന്യൂ മന്ത്രി കൽപ്പറ്റ കളക്ടറേറ്റിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും നാളെ തെരച്ചിൽ നടത്തണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഇവിടുത്തെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ തിരിച്ച് ലാൻഡ് ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. 5 മണിവരെ എന്തായാലും ദൗത്യം പുരോഗമിക്കുകയായിരിക്കും. അരമണിക്കൂർ മാത്രം. ശരി, 5 മണിവരെ ദൗത്യം പുരോഗമിക്കുമെന്നാണ് ആദ്യം പറഞ്ഞത്. എന്തായാലും അരമണിക്കൂർ കൂടി ഈ ദൗത്യം പുരോഗമിക്കുമെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ബിജു പങ്കജ് തുടരുന്നുണ്ട്. ബിജു, ഏതെങ്കിലും പ്രദേശങ്ങളിൽ നിന്ന് മൃതദേഹങ്ങളോ മറ്റോ ശരീരാവശിഷ്ടങ്ങളോ മറ്റോ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പോത്തുകലിൽ നിന്നും മറ്റോ അങ്ങനെ ലഭിച്ചതായി എന്നുള്ളൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ഔദ്യോഗികമായി അതിന്റെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഇവിടെ ADGP MR അജിത്കുമാർ ഉണ്ട് ഈ SKMJ സ്കൂളിൽ. അദ്ദേഹമാണ് പറഞ്ഞ് ഈ തരത്തിൽ മൃതദേഹങ്ങളോ കണ്ടെത്തിയിട്ടില്ല എന്ന്. എന്നാൽ ആർമി വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്നവർ ഈ ഭയങ്കര സ്മെല്ലിയാണ്. അതായത് ഈ പ്രദേശങ്ങളിൽ രൂക്ഷമായ ഗന്ധമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ബോഡി അത് ജീർണിച്ച് പോകുന്ന ഒരവസ്ഥയിൽ ആയിരിക്കാം എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇന്നത്തെ തെരച്ചിൽ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളോ കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ തെരച്ചിൽ പൂർത്തിയാക്കി ഇവിടെ ഹെലികോപ്റ്റർ തിരിച്ചിറങ്ങും. ബാക്കി ഇനി എന്ത് തീരുമാനം എടുക്കണമെന്നുള്ള സർക്കാർ തലത്തിലുള്ളൊരു തീരുമാനമായിരിക്കും. ശരി.